വസു അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. Okay, he doesn't know where is the. Yeah, I will talk. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? I will talk to the media person. Definitely. Where is the SP? Where is the district authority? ഇയാളിപ്പോ ചെല്ല്. ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നന്നായി. SP എവിടെ? Then tell me. ഷാജേട്ടാ, ഇത് പണിയാവോ? Yeah, I will talk. I will talk to the media person. നിന്നോടാടാ കൊച്ചർക്ക, നിന്നോടാരെ സംസാരിക്കണമെന്ന് മനസ്സിലായോ? Definitely. Where is the SP? Where is the district authority? ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. എനിക്കത്ര ചെറിയാട്ടൂടെ കിട്ടണം. അരുൺകുമാറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. യവനെ എങ്ങാനും ആ ഏരിയയിൽ വല്ലതും കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലും കെട്ടി ഗംഗാവലിപ്പുഴയിൽ ഒഴുക്കി വിടണമെന്നാണ് അവിടെയുള്ള പോലീസുകാർ മൊത്തം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. ഇയാള് കാരണം അവിടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മര്യാദ ഇല്ലാത്തമാരാ. Your friends, not a reporter. The reporter fellow told Sugata, please. all negative news. No, sir. 24, sir. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. നിനക്കറിയില്ലേ? കേറി വാടാ ഇങ്ങോട്ട്. ഇനി നമ്മൾ പഠിച്ചു. ഗുഡ് ബൈ. കേരളം മൊത്തം കാത്തിരിക്കുകയാണ് അർജുന് വേണ്ടി. സർക്കാരും പട്ടാളം ഉൾപ്പെടെ സകലരും പെടാപ്പാട് വിടുക. അതിന്റെ ഇട നെഗറ്റീവ് കുത്തിക്കേറ്റി റീച്ച് ആകാൻ ഒരു സെക്ഷൻ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. Definitely. Where is the SP? Where is the district authority? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അതിന് പണിയും കിട്ടും. The reporter channel and all my Malayalam channels, I kindly request, see, there should not be any rumors. എന്താ ഉറക്കം വരുന്നു? SP എവിടെ? കണ്ടില്ലല്ലോ. ആർമിയുടെ പ്രവർത്തനങ്ങൾ മീഡിയ കാണാതിരിക്കാനാണ് അങ്ങോട്ട് പ്രവേശനം അനുവദിക്കാത്തതെന്നൊക്കെ പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ ഒരു ലൈവ് പെർഫോമൻസ് ഒക്കെ നടത്തിയായിരുന്നു. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അതപ്പോ ഇയാൾ നടത്തിയ കുത്തിത്തിരിപ്പ് അക്കമിട്ട് എണ്ണി പറഞ്ഞു തരാം. അയ്യോ, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തു പോവും. ഒന്നാമത്തെ കുത്തിത്തിരിപ്പ് ഇയാൾ അവിടെ നടത്തിയത്, ഇയാൾ അവിടെ പോയി അവിടെയുള്ള SP-ക്കെതിരെ സംസാരിച്ചു. രണ്ടാമത്തെ കുത്തിത്തിരിപ്പ് അയാൾ അവിടെ നടത്തിയത് DYSPക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് ദുരന്ത ഭൂമിയിൽ നിന്ന് കളിയാക്കി. എത്ര ലജ്ജാവഹം! ഇന്ത്യക്കാരെന്നുള്ളതിലുപരി ഒരു മലയാളിയായതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും മലയാളികളാണ് ജീവന് വില കൽപ്പിക്കുന്നത് എന്നുമുള്ള പൊറാട്ട് നാടകം ഇയാൾ അവിടെ നിന്ന് കളിച്ചു. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല മണ്ടാണ്. കാര്യം എന്താണെന്ന് വെച്ചാ കാർവർ SP അരുണണ്ണനെ തപ്പി നടക്കുവാണ്. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാൻ. എനിക്ക് ജലദോഷമുള്ളതാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.